ശമൂവേൽ അദ്ധ്യായം 19. അനന്തരം ശൗൽ തൻ്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിൻ്റെ മകനായ യോനാഥാന് ദാവീദിനോട് വളരെ സ്നേഹമായിരുന്നതിനാൽ യോനാഥാൻ ദാവീദിനോട്, എൻ്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു. ആകയാൽ നീ സൂക്ഷിച്ച് ഗൂഢമായ സ്ഥലത്ത് ഒളിച്ചു പാർക്കണം. ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വയലിൽ എൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്നെക്കുറിച്ച് എൻ്റെ അപ്പനോട് സംസാരിക്കും. ഞാൻ ഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. യോനാഥാൻ തൻ്റെ പിതാവായ ശൗലിനോട് ദാവീദിനെ കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത്, രാജാവ് തൻ്റെ ഭൃത്യനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ. അവൻ അങ്ങയോട് കുറ്റം ചെയ്തിട്ടില്ല. അവൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഏറ്റവും ഗുണകരമായിരുന്നതേയുള്ളൂ. അവൻ തൻ്റെ ജീവനെ ഉപേക്ഷിച്ചു കൊണ്ടല്ലോ ആ ഫെലിസ്ത്യനെ സംഹരിക്കുകയും അങ്ങനെ കർത്താവ് എല്ലാ ഇസ്രായേലിനും വലിയ രക്ഷ വരുത്തുകയും ചെയ്തത്. അങ്ങ് അത് കണ്ട് സന്തോഷിച്ചു. ആകയാൽ അങ്ങ് വെറുതെ ദാവീദിനെ കൊന്ന് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിന്? യോനാഥാൻ്റെ വാക്ക് കേട്ട് കർത്താവാണ് അവനെ കൊല്ലുകയില്ല എന്ന് ശൗൽ സത്യം ചെയ്തു. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ചു കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ മുൻ ചെന്ന പോലെ അവൻ്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്തു. പിന്നെയും യുദ്ധമുണ്ടായി. ദാവീദ് പുറപ്പെട്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത് അവരെ കഠിനമായി തോൽപ്പിച്ചു. ദുരാത്മാവ് പിന്നെയും ശൗലിൻ്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ചു തൻ്റെ അരമനയിലിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തു നിന്നു. രാവിലെ കൊന്നുകളയുവാൻ ശൗൽ അവൻ്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ അവനോട്, ഈ രാത്രിയിൽ അങ്ങയുടെ ജീവനെ രക്ഷിച്ചില്ലെങ്കിൽ നാളെ അങ്ങ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ മീഖൾ ദാവീദിനെ ജാലകത്തിൽ കൂടി ഇറക്കി വിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. മീഖൾ ഒരു ബിംബം എടുത്ത് കട്ടിലിന്മേൽ കിടത്തി അതിൻ്റെ തലയ്ക്ക് കോലാട്ട് രോമം കൊണ്ടുള്ള മൂടിയും ഇട്ടു. ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു. ദാവീദിനെ പിടിക്കാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നു എന്ന് അവൾ പറഞ്ഞു. ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. ദാവീദിനെ ചെന്ന് നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഓരോ ബിംബം തലയ്ക്കു കോലാട്ട് രോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു. ശൗൽ മീഖളിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എൻ്റെ ശത്രു ചാടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയക്ക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് അവൻ
എന്നോട് പറഞ്ഞു എന്ന് മീഖൾ ശൗലിനോട് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. റാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതെല്ലാം അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്നു പാർത്തു. അനന്തരം ദാവീദ് റാമയിലെ അയ്യോത്തിൽ ഉണ്ട് എന്നും ശൗലിനെ അറിവ് കിട്ടി. ശൗൽ ദാവീദിനെ പിടിക്കുവാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ ദൂതന്മാരുടെ മേലും വന്നു. അവരും പ്രവചിച്ചു. ശൗൽ അത് അറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. ശൗൽ പിന്നെയും 3-ാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. പിന്നെ അവൻ തന്നെ റാമയിലേക്ക് പോയി സേക്കുവിലെ വലിയ കിണറ്റിലെത്തി. ശമൂവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവർ റാമയിലെ നയ്യോത്തിൽ ഉണ്ട് എന്ന് ഒരുവൻ പറഞ്ഞു. അങ്ങനെ അവൻ റാമയിലെ നയ്യോത്തിൽ ചെന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലും വന്നു. അവൻ റാമയിലെ നയ്യോത്തിൽ എത്തും വരെ പ്രവചിച്ചും കൊണ്ട് നടന്നു. അവൻ തൻ്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ശമൂവേലിൻ്റെ മുമ്പാകെ പ്രവചിച്ചു കൊണ്ട് അന്ന് രാപ്പകൽ മുഴുവനും നഗ്നനായി കിടന്നു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചകഗണത്തിൽ എന്ന് പറഞ്ഞു വരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.